ാക്കുമ്പോഴാണ് ഒരു കമ്പനിക്ക് ഒരു കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു ബയ്യർ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യണം? മാർക്കറ്റേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ബയർ ബിഹേവിയർ ഒരു മാർക്കറ്റ് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതായത് എന്താണ് ഒരു ബയറുടെ മോട്ടീവ് എന്തായിരിക്കും, അതുപോലെ തന്നെ അവരുടെ ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, ഒരു ബയറുടെ ആക്ച്വൽ നീഡ് എന്താണ്, അതുപോലെ എപ്പോഴാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അവർ പർച്ചേസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രത്തോളാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ എന്താണ് കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒരു കമ്പനിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ബയർ ബിഹേവിയർ ആണ്. ബയർ ബിഹേവിയർ മീൻസ് ഹൗ എ ബയർ ആക്ട്സ് വൈൽ പർച്ചേസിങ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ബയർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് ബയർ ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാർക്കറ്റ് മനസ്സിലാക്കുകയാണ്, ഒരു ബയർ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പിന്നിലുള്ള റീസൺ എന്താണ്, അവര് ഒരു കുറേ അധികം പ്രൊഡക്റ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഒരു മാർക്കറ്റ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനെയാണ് ഒരു കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പഠിക്കാൻ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുക, അത് വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ CJ വാട്ട്ലറും WJ പൗളും പറയുന്നത് എന്താണ്? കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദി പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽ ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹൂം ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് എന്തുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വൽ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് പ്രൊഡക്റ്റ് ആണ്, എപ്പോഴാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ്, ആരിൽ നിന്നാണ് എന്നുള്ളതൊക്കെ ഒരു ബയർ എന്ത് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് ബയർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബയർ ആൻഡ് കൺസ്യൂമർ ആണ്. അപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ബയറും കൺസ്യൂമറും ഒന്നാണ്, ഒരു പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ബയർന്നോ കൺസ്യൂമറിനോ ഒക്കെ വിളിക്കുക എന്നുള്ളത്. പക്ഷേ ഇവർ തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ബയർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സാധനം വാങ്ങിക്കുന്ന ആളെയാണ് ബയർ എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. രാമുവിന് വേണ്ടിയിട്ട് എന്താണ്, രാമുവിൻ്റെ ഫാദർ കുറച്ച് ഷൂസ് വാങ്ങി. അപ്പോൾ രാമു അവിടെ കൺസ്യൂമറും രാമുവിൻ്റെ ഫാദർ അവിടെ ബയ്യറുമാണ്. കാരണം സാധനം വാങ്ങിച്ചത് ആരാണ്? രാമുവിൻ്റെ ഫാദറാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് രാമുവാണ്. അപ്പോൾ രാമുവാണ് ഇവിടെ കൺസ്യൂമർ ആകുന്നത്. അപ്പം ടാബിളായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഡിഫറൻസ്. ബയ്യർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബയ്യർ ഹൂ പർച്ചേസ് ദി പ്രൊഡക്റ്റ്. ആരാണ് ദി പേഴ്സൺ ഹൂ പർച്ചേസ് ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളെയാണ് ബയ്യർ എന്ന് പറയുന്നത്. പക്ഷേ പേഴ്സൺ ഹു യൂസസ്, ആരാണോ അത് ഉപയോഗിക്കുന്നത്, അവരെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമർ എന്താണ്? ഒരു എൻഡ് യൂസർ ആയിരിക്കും. അവർ ഒരിക്കലും ആ പ്രൊഡക്റ്റ് റീസെൽ ചെയ്യൂല. ഓക്കെ, പക്ഷെ ബയ്യർ എന്താണ്? ക്യാൻ റീസെൽ ദി ഗുഡ്സ്. ബയ്യർക്ക് ഈ ഗുഡ്സ് റീസെൽ ചെയ്യാൻ കഴിയും. പക്ഷെ കൺസ്യൂമർക്ക് എന്താണ്? റീസെൽ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് പറയുന്നത് മസ്റ്റ് ടു ബൈ എ പ്രൊഡക്റ്റ്. ബയ്യർ എന്താണ്? ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലുള്ളൂ അവിടെ ഒരു ബയ്യർ ഉണ്ടാവുള്ളൂ. പക്ഷേ കൺസ്യൂമർ എന്താണ്? ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു രാമു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാതെയാണ് കൺസ്യൂമർ ആയത് അല്ലേ? രാമുവിൻ്റെ ഫാദർ ആണല്ലോ വാങ്ങിച്ചത്. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കാതെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാതെ തന്നെ ഒരാൾക്ക് കൺസ്യൂമർ ആകാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ബയർ എന്താണ്? പർപ്പസ് ഈസ് ടു റീസെൽ ഓർ കൺസ്യൂം. അതായത് ബയറുടെ പർപ്പസ് എപ്പോഴും എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ അത് റീസെൽ ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതിലേതെങ്കിലും ഒന്നാവാനാണ് ബയറുടെ പർപ്പസ് വരുന്നത്. പക്ഷെ കൺസ്യൂമറോ ടു കൺസ്യൂം ദി പ്രൊഡക്റ്റ്. അതായത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കൺസ്യൂമറുടെ പർപ്പസ് എന്ന് പറയുന്നത്.
അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീസെയിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബയർ എന്ന് പറയുന്നത് പ്രൈസ് ഈസ് പെയ്ഡ്. ബയർ ഒരു സാധനം എന്താണ് പ്രൈസ് കൊടുത്ത് വാങ്ങണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺസ്യൂമർക്ക് അതിന്റെ ആവശ്യമല്ല അല്ലേ. പ്രൈസ് ഇപ്പം രാമു പ്രൈസ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ എന്താ കൺസ്യൂമർ ആയില്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മേ ഓർ മേ നോട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ബയർ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കൺസ്യൂമർ എന്താണ് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ഒക്കെ ആയിരിക്കും. കാരണം എന്താണ്, കൺസ്യൂമർ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ആവില്ല അല്ലേ. ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കൺസ്യൂമർ എന്താണ് ഓർഗനൈസേഷൻ ആവില്ല, ഇൻഡിവിജ്വലോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ബയറും കൺസ്യൂമറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബൈയിങ് ബിഹേവിയർ ആണ്. ഇവിടെ 5 ഫാക്ടേഴ്സ് പറയുന്നുണ്ട് ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന. കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഓരോരുത്തരുടെയും കൾച്ചേഴ്സ് ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ആ കൾച്ചർ ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കൾച്ചറാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യുന്ന എത്തിക്സ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവ് ചെയ്യാണ് അവരുടെ ചുറ്റുപാട്, അവർ ജീവിച്ചു വന്ന ഫാമിലി അല്ലെങ്കിൽ എക്കോസിസ്റ്റം, ഇതിൽ നിന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാളുടെ കൾച്ചർ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കൾച്ചറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്കൊരു എത്തിക്സ്, വാല്യൂ ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് അവരുടെ പർച്ചേസിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. അതാണ് കൾച്ചറിൽ പറയുന്നത്. അതായത് അവരുടെ ആവശ്യങ്ങൾ, പ്രിഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൾച്ചറിൻ്റെ ബേസിൽ എന്താണ് എഫക്റ്റ് ചെയ്യും അല്ലേ. കൾച്ചറെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ബൈയിങ് ബിഹേവിയറിനെ കൾച്ചർ എന്നുള്ള ഒരു ഫാക്ടർ നന്നായിട്ട് ബാധിക്കും. അതാണ് കൾച്ചറിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സബ് കൾച്ചറാണ്. അതായത് പീപ്പിൾ ഇൻ ദി സെയിം സബ് കൾച്ചർ സബ് കൾച്ചർ ഹാവ് സിമിലർ ബൈയിങ് ബിഹേവിയർ അല്ലേ. ഒരു ഗ്രൂപ്പ് ഓഫ് കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സെയിം ബൈയിങ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അവരുടെ റിലീജിയൻ്റെ, കാസ്റ്റിൻ്റെ ഒക്കെ ബേസിൽ, അവരുടെ നാഷണാലിറ്റിൻ്റെ ബേസിലൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു ബൈയിങ് ബിഹേവിയർ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മുസ്ലിംസ് പന്നി മാംസം കഴിക്കില്ല അല്ലേ. അപ്പോൾ അതിൽ നിന്ന് അവരുടെ ആ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് രൂപപ്പെട്ടു വരുന്ന ഒരു ബൈയിങ് ബിഹേവിയർ ഉണ്ട്. അപ്പോൾ അതായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സബ് കൾച്ചറിൽ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ കാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നാഷണാലിറ്റി ഒക്കെ എന്ത് ചെയ്യും, അവരുടെ ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ക്ലാസ് ആണ്. ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് ഹാവ് ഡിഫറെൻറ്റ് ബൈയിങ് പാറ്റേൺസ് അല്ലേ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാകും. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഒക്യുപ്പേഷനുള്ള, ഇൻകം ഉള്ള ഫാമിലീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ബൈയിങ് ബിഹേവിയർ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻസ് ആയിരിക്കും അല്ലേ. വെൽ ഇൻകം ഉള്ള ആളുകൾ എന്താണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവരുടെ ജീവിത രീതി വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് എന്താണ്, അത് അവരുടെ പർച്ചേസിങ് ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് സോഷ്യൽ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഫാക്ടർ എന്താണ്, പേഴ്സണൽ ഫാക്ടറാണ്, സോഷ്യൽ ഫാക്ടറാണ്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദി ഫാക്ടേഴ്സ് ഇൻവോൾവ് പീപ്പിൾ അറൗണ്ട് ദി ബയർ അല്ലേ. ഒരു ബയറുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് സോഷ്യൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. അതായത് ഫസ്റ്റ് പറയുന്നത് അയാളുടെ ഫാമിലി. ഒരു ഫാമിലി എന്താണ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫാമിലിയുടെ നീഡ്സിനനുസരിച്ചിട്ടായിരിക്കും ഒരു ബയർ പ്രൊഡക്റ്റ് ഒക്കെ ചൂസ് ചെയ്യുക അല്ലേ. അവരുടെ പാരൻസിൻ്റെ, സ്പോസസിൻ്റെ, ചിൽഡ്രൻസിൻ്റെ ഒക്കെ പ്രിഫറൻസ് നോക്കിയിട്ടായിരിക്കും ഒരു ബയർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് റെഫറൻസ് ഗ്രൂപ്പാണ്. അതായത്
ചുറ്റുപാടുള്ള ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു ബയ്യറെ. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് റെഫർ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യും അല്ലേ. ഒരു നമുക്ക് അറിയുന്ന റിലേറ്റീവ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കൊളീഗ്സിൽ നിന്നും നെയ്ബേഴ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വിവരങ്ങളൊക്കെ ശേഖരിക്കും. അപ്പോൾ അവരുടെ അഡ്വൈസിൽ നിന്നും ഒപ്പീനിയനിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഒരു ബയ്യർ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാണ്. എന്താണ് ബയർ ഫോളോ ദർ അഡ്വൈസ് ഓർ ഒപ്പീനിയൻ അല്ലേ. അതായത് അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ള ആളുകളിൽ നിന്ന്, അവരുടെ ഫ്രണ്ട്സിൽ നിന്നും എന്ത് ചെയ്യുക, അവരുടെ അഡ്വൈസും ഒപ്പീനിയൻസും ഒക്കെ ഒരു ബയർ ഫോളോ ചെയ്യുക. അപ്പം അതിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് പറയുന്നത് റോൾ ആൻഡ് സ്റ്റാറ്റസ് ആണ്. അതായത് ഒരാളുടെ സൊസൈറ്റിയിലുള്ള പൊസിഷൻ അയാളുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജോബ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസ് ബൈയിങ് ചോയ്സസ്. അതായത് ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, അയാളുടെ ബൈയിങ് ബിഹേവിയറിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പം അതാണ് റോൾ ആൻഡ് സ്റ്റാറ്റസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു, കൾച്ചറൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി പറയുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് ഏജ്. അപ്പോൾ ഏജ് ഒരു ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ പ്രായത്തിൽ എന്താണ് ഓരോരുത്തരുടെ പ്രിഫറൻസ് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഒരു യങ് പീപ്പിളിന് ഉണ്ടാകുന്ന ഒരു പ്രിഫറൻസ് ആയിരിക്കില്ല ഓൾഡ് ഏജ് ഉള്ള ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഉണ്ടാക്കുക. ഒരു യങ് ആയിട്ടുള്ള ആളുകൾ എന്താണ് കൂടുതൽ ഫാഷനബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഓൾഡ് പീപ്പിൾ എന്തായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് ഏജിൽ പറയുന്നത്. നെക്സ്റ്റ് ഇൻകം ആണ്. ഹൈ ഇൻകം ഉള്ളവർക്ക് ഹൈ പർച്ചേസിങ് പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് അവരുടെ ബൈയിങ് ബിഹേവിയറിനെ അത് ബാധിക്കും അല്ലേ, ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ഹൈ ഇൻകം ഉള്ള ആളുകൾക്ക് എന്താണ് എല്ലാ പ്രൊഡക്റ്റ്സും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബൈയിങ് ബിഹേവിയർ പോകുന്നത്. അപ്പോൾ അതാണ് ഇൻകത്തിൽ പറയുന്നത്. നെക്സ്റ്റ് ഒക്യുപ്പേഷൻ ആണ്. ജോബ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. അതായത് ഒരാളുടെ പ്രൊഫഷൻ അവരുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരുടെ പ്രൊഫഷനിൽ സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഗ് വാങ്ങുന്ന അവസരത്തിൽ എന്താണ് അവരുടെ ജോബിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ബാഗ് വാങ്ങിക്കുക. അപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ബാഗും അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ബാഗും തമ്മിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകില്ല, ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതാണ് ഒക്യുപ്പേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരാളുടെ ദി വേ എ പേഴ്സൺ ലീവ്സ്, ഒരാളുടെ ജീവിത രീതി അയാളുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പേഴ്സൺ എന്താണ് കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബൈയിങ് ബിഹേവിയറിനെ അത് ബാധിക്കും അല്ലേ. അയാൾ ഹെൽത്തിൽ കോൺഷ്യസ് ആയിട്ടായിരിക്കും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൽ കോൺഷ്യസ് അല്ലാത്തവരോ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും എന്താണ് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് പേഴ്സണാലിറ്റിയാണ്. ഒരാളുടെ സ്വഭാവ ഗുണങ്ങൾ അല്ലേ എന്ത് ചെയ്യും ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണും എന്താണ് ഡിഫറെൻ്റ് ആംഗിളിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ്. അപ്പോൾ അതാണ് പേഴ്സണാലിറ്റിയിൽ പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ പേഴ്സണൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതായത് ഒരാളുടെ സാമ്പത്തിക ശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് പറയുന്നത് പേഴ്സണൽ ഇൻകം. ഒരാളുടെ ഇൻകം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അയാളുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും അല്ലേ. നമുക്കൊക്കെ അറിയാം എന്താണ് കൂടുതൽ ഇൻകം ഉണ്ടാകുമ്പോൾ കൂടുതൽ ചിലവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ചിലവുകൾ ഉണ്ടാകും അല്ലേ. നമ്മളുടെ ജീവിത രീതിയൊക്കെ മാറും. നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേഴ്സണൽ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യും അവരുടെ പർച്ചേസിങ് അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയർ
മാറ്റമുണ്ടാകും. നെക്സ്റ്റ് പറയുന്നത് ഫാമിലി ഇൻകം ആണ്. അതായത് ഒരു ഫാമിലിയുടെ ടോട്ടൽ ഇൻകം എത്രത്തോളാണ് അനുസരിച്ചിട്ട് അവരുടെ ബൈയിങ് ബിഹേവിയർ മാറും ല്ലേ. ഒരു സ്മോൾ ഫാമിലീസ് എന്താണ് കുറച്ചായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ ലാർജ് ഫാമിലി ആണെങ്കിലോ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും ല്ലേ. അവർക്ക് ആവശ്യങ്ങൾ കൂടും. അപ്പോൾ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഫാമിലി ഇൻകം ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം എക്സ്പെക്റ്റേഷൻസ് ആണ്. അതായത് ഒരാൾക്ക് അവരുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് എത്രത്തോളാണ് എന്നുള്ളത് അയാളുടെ എന്തിനെ ബാധിക്കുന്നുണ്ട്? ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ ഇൻകം കുറയും എന്ന് തോന്നുന്ന ആളുകൾ എന്താണ് കൂടുതൽ അല്ല ഫ്യൂച്ചറിൽ ഇൻകം കുറയുമെന്ന് തോന്നുന്ന ആളുകൾ കുറച്ചായിരിക്കും ല്ലേ. ഒന്ന് പിടിച്ചിട്ടാണ് ചിലവാക്കുക ല്ലേ. കാരണം ഇനി കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ എന്താണ് കൂടും. അവരുടെ ഫ്യൂച്ചർ ഇൻകം കൂടുമെന്ന് തോന്നുന്നവരാണെങ്കിലും അവർ അങ്ങനെ ഒരു എന്താണ് പിടിച്ചു വെക്കാതെ എന്ത് ചെയ്യും കൂടുതൽ ചിലവാക്കും ല്ലേ. അവർക്ക് എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ പൈസ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അതിന്റെ പുറത്തായിരിക്കും അവർ ബൈയിങ് ബിഹേവിയർ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡ് അസെറ്റ് ആണ്. അതായത് ഒരാളുടെ എത്രത്തോളം ലിക്വിഡ് അസെറ്റ്സ് ഒരാൾക്ക് ഉണ്ട് എന്നുള്ളത് ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ക്യാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെയർ സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന അസെറ്റ്സ് ഒരാളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും ല്ലേ. ആ കോൺഫിഡൻസിന്റെ പുറത്ത് അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. അതായത് ഒരു ബയർ പർച്ചേസ് ചെയ്യുമ്പോൾ കൺസ്യൂമർ ക്രെഡിറ്റ് ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതലായി പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. EMI, ലോണ് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അടുത്ത് നിന്ന് സെല്ലർ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഫേമിൽ നിന്ന് എന്ത് ചെയ്യും അവർ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അതാണ് കൺസ്യൂമർ ക്രെഡിറ്റിൽ പറയുന്നത്. അപ്പം നെക്സ്റ്റ് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു ബയ്യറുടെ മൈൻഡ്, ഫീലിങ്സ് ല്ലേ, അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ തോന്നലുകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് അവരുടെ ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും അല്ലെങ്കിൽ അത് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് മോട്ടിവേഷൻ ആണ്. അതായത് ഒരു സാധനം വാങ്ങിക്കാൻ ഉണ്ടാകുന്ന ഒരാളുടെ ഇന്നർ ഫീലിംഗ്, ഇന്നർ ഫോഴ്സ് എത്രത്തോളാണെന്നുള്ളത് ല്ലേ. അതായത് മോട്ടിവേഷൻ ഈസ് ദി റീസൺ വൈ എ പേഴ്സൺ വാണ്ട് ടു ബൈ സംതിങ്. അതായത് ഒരു ഗുഡ്സ് വാങ്ങിക്കാൻ ഉണ്ടാകുന്ന ഒരു കാരണം, പിന്നിലുള്ള റീസൺ എന്താണ് എന്നുള്ളത്, മോട്ടീവ് എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് ബൈയിങ് ബിഹേവിയർ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്താണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഫുഡ് കഴിക്കും ല്ലേ. അതുപോലെ തന്നെ എന്താണ് ആ നീഡ്, അയാളുടെ ആവശ്യം എന്താണ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ആ ബൈയിങ് ഡിസിഷനും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ അയാൾ ഒരാൾക്കൊരു മോട്ടീവ് ഉണ്ടായി, ആ മോട്ടീവ് അയാൾക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആയി എന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് ആ മോട്ടീവ് ഉണ്ടാവില്ല ല്ലേ. അപ്പോൾ ഒരാൾക്ക് വിശന്നു, അയാൾ എന്ത് ചെയ്തു ഫുഡ് കഴിച്ചു. അപ്പോൾ ആ കഴിക്കലോട് കൂടിയിട്ട് എന്ത് ചെയ്തു അയാളുടെ മോട്ടീവ് അവിടെ അവസാനിച്ചു. അപ്പോൾ അതാണ് മോട്ടിവേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പെർസെപ്ഷൻ ആണ്. അതായത് ഒരു പെർസെപ്ഷൻ മീൻസ് ഹൗ എ കൺസ്യൂമർ സീസ് ഓർ അണ്ടർസ്റ്റാൻഡ് എ പ്രൊഡക്റ്റ് ല്ലേ. ഒരു പ്രൊഡക്റ്റിനെ എന്ത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ബയ്യർ നോക്കി കാണുന്നത് എന്നുള്ളതിനെയാണ് പെർസെപ്ഷനിൽ പറയുന്നത്. ഒരു സെയിം പ്രൊഡക്റ്റിനെ തന്നെ എന്താണ് ഓരോരുത്തരും ഡിഫറെൻറ്റ് പെർസെപ്ഷനിലാണ് നോക്കിക്കാണുന്നത്, ഡിഫറെൻറ്റ് ആംഗിളിലായിരിക്കും നോക്കിക്കാണുന്നത് അല്ലേ. പോസിറ്റീവ് പെർസെപ്ഷൻസും നെഗറ്റീവ് പെർസെപ്ഷൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവ് പെർസെപ്ഷൻസ് ആണ് എന്ത് ചെയ്യുക പർച്ചേസിൽ ഡിസിഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പെർസെപ്ഷൻസ് ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഒരാൾ ഒരു ബയ്യർ പെർസെപ്ഷൻസ് നടത്തുക. ഓക്കെ. അതാണ് പെർസെപ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലേണിംഗ് ആണ്. അതായത്
ലേണിംഗ് മീൻസ് കം ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് വരുന്ന തോന്നലുകളാണ്. അതായത് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു ബയ്യർക്ക് ഉണ്ടാകിയ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള പർച്ചേസിങ് ആ ബയ്യർ നടത്തുക അല്ലേ? ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്താണ്? അവർ വീണ്ടും ആ പ്രൊഡക്ട്സ് വാങ്ങിക്കും അല്ലേ? അപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതാണ് ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സ്. അതായത് ഒരു ബയ്യറുടെ ആറ്റിറ്റ്യൂഡും ബിലീഫ്സും എന്ത് ചെയ്യുന്നുണ്ട്? ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഒരു ബയ്യർക്ക് ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ഫീലിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എന്ത് ചെയ്യും? ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്ററാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ.